കോഴിക്കോട്ടേക്ക്. അപകട ഭീഷണി ഉയർത്തി കക്കാടംപൊയിലെ കരിങ്കൽ ക്വാറിയിലെ മൺകൂന. ചാലിയാർ പഞ്ചായത്തിലെ വെണ്ടേക്കുംപൊയിൽ മേലേമങ്ങാട് പ്രദേശത്താണ് 20 മീറ്ററിലേറെ ഉയരമുള്ള മൺകൂനയുള്ളത്. ക്വാറിക്കായി മാറ്റിയ മണ്ണും കല്ലുമാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത്. കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ഇംപാക്ട് AK അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, അപ്പോ വാർത്തയായി കഴിഞ്ഞ് അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നു. ഇതൊക്കെ നേരത്തെ ഉണ്ടാവേണ്ടതാണ്. ഇങ്ങനെ വാർത്തയാവാൻ കാത്തു നിൽക്കുകയാണോ ഇവരൊക്കെ? തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാരണം കാലവർഷം വരുമ്പോഴും ഇത്തരത്തിൽ ക്വാറികൾ പ്രവർത്തിക്കുമ്പോൾ അത് എന്തൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്നൊന്നും പരിശോധിക്കാതെയാണ് ഇപ്പോൾ എല്ലാ അധികാരികളും മുന്നോട്ട് പോകുന്നത് എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കക്കാടംപൊയിലെ വെണ്ടേക്കുംപൊയിൽ എന്ന് പറയുന്ന ഈ ക്വാറി നിലനിൽക്കുന്ന പ്രദേശം അതീവ പരിസ്ഥിതി ലോല മേഖലയാണ്. അതായത് ഒരു മഴക്കുഴി കുത്തണമെങ്കിൽ പോലും പ്രത്യേക പെർമിഷനൊക്കെ വേണ്ടി വരുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയൊരു ക്വാറി പ്രവർത്തിക്കുന്നു. അവിടെയുള്ള മണ്ണ് ഏതാണ്ട് 50-60 അടിയോളം ഉയരത്തിൽ കൂട്ടിയിടുന്നു. അതോടൊപ്പം തന്നെ ക്വാറി വേസ്റ്റ് അടക്കം കൂട്ടിയിടുന്നു. കഴിഞ്ഞ 2-3 ദിവസം ശക്തമായ മഴ പെയ്ത ഒരു പ്രദേശമാണ്. അവിടെ വലിയ തരത്തിൽ വിള്ളലുണ്ടാകുന്നു. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് ഈ മണ്ണ് ഒലിച്ചിറങ്ങിയാൽ വലിയ തരത്തിൽ അപകടമാണ് ഉണ്ടാവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ രാത്രി കാലഘട്ടങ്ങളിൽ വീടിൻ്റെ അകത്ത് കടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ വീട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പുറത്തേക്കും ഇറങ്ങാൻ കഴിയില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ കാട്ടാന ശല്യമുണ്ട്. കാട്ടാനയുടെ ചവിട്ടേൽക്കുമെന്ന് ഭീതിയാണ്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ മൺകൂനയെ കൂടി പേടിക്കുന്ന ഒരു നിലയിലേക്ക് അവിടുത്തെ നാട്ടുകാർ വരുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പക്ഷേ അപ്പോൾ പോലും നടപടി ഉണ്ടായില്ല. പിന്നീട് വയനാട് ദുരന്തം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ റവന്യൂ വിഭാഗം പരിശോധന നടത്തുകയും അത് അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തുകയും ചെയ്ത് ഇന്നിപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് നടപടി ഉണ്ടാവും എന്നുള്ള ഉറപ്പും അവരുടെ ഭാഗത്ത് വരികയും ചെയ്ത് ഏതായാലും ഇപ്പോൾ പഞ്ചായത്ത് ഇടപെടുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് വില്ലേജ് ഓഫീസറുടെ ഭാഗത്ത് വരുകയും ചെയ്തത്. ഏതായാലും വലിയ അപകടാവസ്ഥയുള്ള ഒരു മൺകൂനയാണ്. കാരണം ഈ മഴക്കാലത്ത് അത് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അപകടാവസ്ഥ അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രോഷ്നി, AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.